ഡോണ്ട് സ്റ്റഡി. ഈ ഒരു തംബ്നെയിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, കയറിയിട്ടുണ്ടാവുക. അതിൻ്റെ താഴെ മിസ് ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു, ഡോണ്ട് സ്റ്റഡി ലൈക്ക് ദിസ്. ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു പോകേണ്ടത്, എഫക്റ്റീവായിട്ട് എങ്ങനെ നമ്മൾ പഠിച്ചു പോകണം, അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ പഠന രീതിയിൽ വരുത്തുന്ന തെറ്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഓണം എക്സാം നമ്മളുടെ അടുത്തേക്ക് വരികയാണ്, റഷുകൾ കൂടി തുടങ്ങുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഇതുപോലത്തെ തെറ്റുകൾ വരുത്തി നമുക്ക് അതിനൊരു റിസൾട്ട് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. സോ അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ട് എന്താണ് ആ തെറ്റുകൾ, എങ്ങനെയാണ് ഞാൻ കറക്റ്റായിട്ടുള്ള രീതിയിൽ പഠിക്കേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കി വെക്കാം. നിങ്ങൾക്കറിയാം നമ്മുടെ ഓണം എക്സാമിന് ഇനി നമ്മൾക്ക് എത്ര ദിവസങ്ങളുണ്ട്, 30 ദിവസങ്ങളാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കോണ്ടന്റ് പഠിക്കാനുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് സമയം കഴിഞ്ഞ ദിവസങ്ങളിനേക്കാൾ കൂടുതലായിട്ടുള്ള സമയം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ 2-3 മണിക്കൂറൊക്കെ അറ്റ സ്ട്രെച്ചിൽ എന്ത് ചെയ്യും, ഇരിക്കും. അപ്പം മെയിനായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് സ്റ്റഡി ഫോർ എ ലോങ് പീരീഡ് അറ്റ് എ സ്ട്രെച്ച്, അല്ലേ? ഒറ്റ സ്ട്രെച്ചിൽ കുറേ നേരം നിങ്ങൾ ഇരുന്ന് പഠിക്കും. അത് തീരെ എഫക്റ്റീവ് ആയിരിക്കില്ല. ഒന്നാമത് നമ്മുടെ ബ്രെയിനിന് അത്രയും നേരം ഇരുന്ന് പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ തരാനുള്ള ഒരു എബിലിറ്റി ഇല്ല. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു അരമണിക്കൂറെങ്കിലും കഴിയുമ്പോൾ ബ്രേക്ക് എടുത്തേ പറ്റുള്ളൂ. ഒരു 5 മിനിറ്റ് മതി നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിഫ്രഷ് ആയിട്ട് വീണ്ടും പഠിക്കാനിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ 3 മണിക്കൂർ ഇരുന്ന് പഠിക്കുമ്പോൾ, അറ്റ സ്ട്രെച്ചിൽ ഇരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റീവ്നെസ് കുറയുകയാണ് ചെയ്യുക. നിങ്ങൾ ചിലപ്പോൾ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും, പക്ഷേ അത് നിങ്ങളുടെ തലയിൽ കയറുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ എന്തായിരിക്കും, കുറവായിരിക്കും. സോ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കുട്ടികളെ ഒരു 30 മിനിറ്റ്സ് എങ്കിലും വീതം എന്തെടുക്കണം, ഒരു ബ്രേക്ക് എടുത്ത് എന്ന് വെച്ചിട്ട് നിങ്ങൾ ആ ബ്രേക്കിൽ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ആയിട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. തിരിച്ച് കറക്റ്റായിട്ട് ഒന്ന് റീഫ്രഷായി വെള്ളമൊക്കെ കുടിച്ച് പാരൻസിനോടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് വീണ്ടും വന്ന് ഇരുന്ന് ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നത്, ചെയ്യുന്നത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാനുള്ള ഒരു സ്ഥലം. സ്വാഭാവികമായിട്ടും നിങ്ങളിപ്പോൾ എവിടെയാണ് പഠിക്കാനിരിക്കാറ്, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണയായിട്ട് പഠിക്കാനിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കറിയാം നമ്മുടെ വീട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് വെക്കുന്നത് ഹാളിലാണോ? അല്ല, ഫുഡ് വെക്കാൻ നമുക്ക് പ്രത്യേക ഒരു ഏരിയ ഉണ്ട്, കിച്ചൺ. അതേപോലെ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് രാത്രി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ബെഡ്റൂം ഉണ്ട്, അല്ലേ? അതേപോലെ തന്നെ നമുക്ക് ആരെങ്കിലും വിസിറ്റേഴ്സ് വന്നാലോ അല്ലെങ്കിൽ നമുക്ക് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ഹാളുണ്ട്, അല്ലേ? അപ്പോൾ ഓരോ സ്ഥലത്തും നമ്മുടെ വീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തിനും ഓരോ പേർപ്പസ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും ഒരു പ്രത്യേക സ്ഥലം വേണം. ചിലപ്പോൾ നിങ്ങൾ സിറ്റ് ഔട്ടിൽ ഇരുന്നായിരിക്കും പഠിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് ഇരുന്നായിരിക്കും പഠിക്കുന്നുണ്ടാവുക, ബെഡിൽ കിടന്നായിട്ടും പഠിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു ടേബിളിൽ ഇരുന്നായിട്ടും പഠിക്കുന്നുണ്ടാവുക. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നമ്മുടെ ബ്രെയിനിന് നമുക്ക് കൺഫ്യൂസ് ചെയ്യിപ്പിക്കും ഈ ഒരു കാര്യങ്ങൾ, അല്ലെ? ഓരോ സ്ഥലത്തും ഇരുന്ന് നമ്മൾ ചെയ്യുന്ന പേർപ്പസുകൾ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ ഒരു മടുപ്പ് തോന്നുകയാണ് ചെയ്യുക. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മേക്ക് എ സ്റ്റഡി ഏരിയ. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക, അത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിന് ചിലപ്പോൾ ആദ്യമൊന്നും നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല, ബട്ട് നിങ്ങളതൊരു റൂട്ടീൻ ആക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ബ്രെയിനിന് എന്ത് ചെയ്യും, അങ്ങനെ ട്രെയിൻഡ് ആവും. അതായത് ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതും നിങ്ങൾക്ക് പഠിക്കാൻ അത് കുറച്ചും കൂടെ എഫക്റ്റീവ്നെസ് കൂട്ടുകയാണ് ചെയ്യുക. സോ എപ്പോഴും പഠിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു നീറ്റായിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയ നിങ്ങൾ ഉണ്ടാക്കി എടുക്കുക എന്നതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്ത കാര്യം, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് ഓണം എക്സാമിന് നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളതുകൊണ്ട് നമ്മൾ വരുത്തുന്ന അടുത്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് കാണാപ്പാഠം പഠിച്ചു പോവുക, കുറച്ച് ഒരു 50% മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോർഷൻസ് തീർക്കാൻ വേണ്ടി പോവുക. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. എന്തൊരു കാര്യം പഠിക്കുമ്പോഴും നിങ്ങൾ കോൺസെപ്റ്റ് ക്ലാരിറ്റിയോടുകൂടെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പിറ്റേ ദിവസം ഓർമ്മ ഉണ്ടാവും, ബട്ട് അത് 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് മറന്നു പോയിട്ടുണ്ടാവും, നിങ്ങളത് പഠിച്ച കാര്യം പോലും ഓർമ്മയുണ്ടാവില്ല. സോ എന്ത് പഠിക്കുമ്പോഴും അത് വളരെ ക്ലിയർ ആയിട്ട് എന്താണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ള ബോധം ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഡു നോട്ട് കോംപ്രമൈസ് ഓൺ കോൺസെപ്റ്റ് ക്ലാരിറ്റി. നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിട്ട് തന്നെ മുമ്പോട്ട് പോകണം. അല്ലാതെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ മുമ്പോട്ട് പോകരുത്. ഇഫ് യു വാണ്ട് എ ഗുഡ് മാർക്സ്, ഓക്കെ?
ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ പഠിക്കാൻ വേണ്ടി പോയിട്ട് ഇരുന്നിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, ഓക്കെ ഇന്ന് ഞാനിപ്പോൾ എന്തൊക്കെ പഠിക്കാം അല്ലേ, എത്ര സമയം, അതിന് തന്നെ നിങ്ങൾക്ക് കുറേ സമയം പോകും അല്ലേ. അവിടെ നിന്നും ഇവിടെ നിന്നും ഇരുന്ന് എടുത്ത് പഠിക്കാവുമ്പോൾ മെയിനായിട്ടുള്ള ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് നമ്മുടെ മുമ്പിൽ ഇനി 1 മന്തേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 1 മന്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ വന്ന് പഠിക്കാനിരുന്നതിന് ശേഷമാണ് നിങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നതെങ്കിൽ അത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആയിരിക്കും. സോ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് തന്നെ ഒരു സ്റ്റിക്കി നോട്ട്സിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്റ്റഡി ഏരിയയിൽ ഇന്നത്തെ നിങ്ങളുടെ അജണ്ട എഴുതി വയ്ക്കുക. അതായത് ഇന്ന ചാപ്റ്റർ ഞാൻ പഠിക്കണം, ഇന്ന ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വന്നിരിക്കുമ്പോൾ ആ ഒരു സ്റ്റിക്കി നോട്ട് കാണും. ഓക്കെ ഇന്ന് ഇതൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്ലാനിങ്ങോടുകൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റും. സോ നിങ്ങൾക്ക് ടൈം വേസ്റ്റേജ് കുറയും, നിങ്ങൾക്ക് പെട്ടെന്ന് പോർഷൻസ് തീർക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും. സോ പ്ലീസ് പ്ലാൻ ഏർലി. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്, ഡു നോട്ട് സാക്രിഫൈസ് യുവർ സ്ലീപ്പ്. മെയിനായിട്ട് ഈ അവസാന നിമിഷങ്ങളിൽ പഠിച്ചു തുടങ്ങുന്ന മക്കൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഉറക്കമില്ലാണ്ട് ഇരുന്ന് പഠിക്കും. ആൻഡ് അത് എപ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം വരിക, ചിലപ്പോൾ അപ്പം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, ബട്ട് ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു പേർപ്പസിന് പോകും അല്ലെങ്കിൽ എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മറന്നു പോകും, നിങ്ങൾക്ക് ക്ഷീണമാവും അല്ലെ, നിങ്ങൾക്ക് ഒന്നും ഓർത്തെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പം നമ്മൾ വിചാരിക്കും അതെന്താ ഞാൻ പഠിച്ചത് ശരിയാവാഞ്ഞിട്ടാണെന്ന് വിചാരിക്കും. ബട്ട് അല്ല, നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലും അത് നിങ്ങളെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. സോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്ലീപ്പ് സാക്രിഫൈസ് ചെയ്യരുത്, അതേപോലെ തന്നെ നിങ്ങൾ ഓവർ സ്ലീപ്പും ചെയ്യരുത്. ഓക്കെ, അപ്പം മിനിമം നിങ്ങളൊരു 6 to 8 hours, എൻ്റെ കുട്ടികൾ ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം മിനിമം ഒരു 6 hours എന്തായാലും ഉറങ്ങിയിരിക്കണം, മാക്സിമം നിങ്ങൾ 8 hours എന്തായാലും ഉറങ്ങും. പ്രോപ്പറായിട്ടൊരു 8 മണിക്കൂർ ഉറങ്ങി പഠിക്കാൻ പറ്റും. ഓക്കെ, പഠിക്കാൻ പറ്റും, അത് നമ്മളൊന്ന് റൂട്ടീൻ ആക്കിയാൽ മതി. ആൻഡ് ഓൾസോ കിടക്കുന്ന ടൈമും എണീക്കുന്ന ടൈമും ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങളൊരു റൂട്ടീനിൽ കൊണ്ടുവരിക. എപ്പോഴും എണീക്കുന്ന ഒരു സമയം ഫിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഒരു ദിവസം നിങ്ങൾക്ക് നല്ല എനർജിയോട് കൂടെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ കുറേ പേര് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഓരോ ദിവസവും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ലീപ്പ് ഹാബിറ്റ് ആയിരിക്കും. ചില ദിവസം 8 മണിക്കൂർ ഉറങ്ങും, ചില ദിവസം 6 മണിക്കൂർ, ചിലപ്പോൾ 10 മണിക്ക് കിടന്നുറങ്ങും, ചിലപ്പോൾ അല്ലേ, അപ്പോൾ ചിലപ്പോൾ നേരത്തെ കിടക്കും, ചിലപ്പോൾ വൈകി കിടക്കും. ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ വളരെ ടയേർഡൊക്കെ ആണെങ്കിൽ നമുക്ക് നേരത്തെ കിടന്നുറങ്ങേണ്ടി വരും അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാകും. പക്ഷേ പ്രോപ്പറായിട്ട് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഒരു സ്ലീപ്പ് റൂട്ടീൻ ഉണ്ടാക്കുക. ഇത്ര മണിക്ക് ഞാൻ കിടക്കും, ഇത്ര മണിക്ക് ഞാൻ എണീക്കും എന്നുള്ളൊരു റൂട്ടീൻ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഉള്ള ദിവസങ്ങളിൽ നല്ല എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും. സോ ഇത്തരം കാര്യങ്ങൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യാണ്, ഒന്ന് ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ, ഇത്തരം മിസ്റ്റേക്സ് നിങ്ങൾ ഒഴിവാക്കി മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു സ്റ്റഡി ഹാബിറ്റ് നിങ്ങൾക്ക് കിട്ടും, എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും, നല്ലൊരു റിസൾട്ടിലേക്ക് എൻ്റെ കുട്ടികൾക്ക് എത്താൻ പറ്റും. സോ ഈ ഒരു ഓണം എക്സാമിന് ഈ ഒരു ടിപ്പുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർക്കുക. ആൻഡ് ഓൾസോ ഇതിലേതൊക്കെ മിസ്റ്റേക്കുകളാണ് നിങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ കൂടെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.